പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മ അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി. ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് മീനു. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഫാമിലി. ഞാൻ ആദ്യം 2 വർഷം മുന്നെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. ഉടമ്പടിയിൽ എൻ്റെ ഫസ്റ്റ് വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അസുഖമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 20 വർഷം മുന്നേ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആളുടെ അന്നനാളം ചുരുങ്ങുന്ന ഒരു അസുഖമായിരുന്നു. ആ അസുഖത്തിന് കീഹോൾ സർജറി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സർജറിയിൽ ഫെയിലിയർ കാരണം വാൽവ് മുറിഞ്ഞു പോവുകയും 2 ലങ്സിലേക്ക് വെള്ളം കയറി ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫാദർ മരിച്ചു പോയതാണ്. ഞങ്ങൾ 2 സിസ്റ്റേഴ്സാണ്. അപ്പോൾ എൻ്റെ അമ്മയും കൂടെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയമായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഡോക്ടേഴ്സ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സർജറി സമയത്ത്. എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ ചേച്ചി പഠിക്കുമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി നമുക്ക് അമ്മ മരിച്ചു പോകുമെന്ന് വരെ പറഞ്ഞു. ഞങ്ങളന്നത് പള്ളിയിൽ വിളിച്ച് പറയും, ഞങ്ങളുടെ പള്ളിയിൽ വിളിച്ച് പറഞ്ഞു, ആ കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ ആരും ഉണ്ടാവില്ല, അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്ന് മുതലേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്. അതിനുശേഷം ആ സർജറിയുടെ അനന്തരഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പിന്നീട് കുടൽ ചുരുങ്ങുന്ന ഒരു അസുഖം ഉണ്ടായി. അതായത് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. ചക്ക മാങ്ങ അങ്ങനെ ഫൈബർ കണ്ടൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കുടലിൽ അത് ഒട്ടിപ്പിടിക്കും. അങ്ങനെ കുടൽ ബ്ലോക്കാവും, ഫുഡ് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ പോകത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പം എൻ്റെ അമ്മ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ പേഷ്യൻ്റാണ്. അവിടുത്തെ ഗ്യാസ്ട്രോയിലെ ബിനോയ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ്. അവിടെ പോയിട്ട് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ് മൂക്കിലോട്ട് ട്യൂബ് ഇട്ടിട്ട് ആ ഫുഡ് വേസ്റ്റ് എല്ലാം നമ്മൾ വലിച്ചു കളയണം. വായിലോട്ട് ട്യൂബ് ഇടാൻ പറ്റത്തില്ല, കാരണം ഫസ്റ്റ് ഓപ്പറേഷൻ്റെ ഫലമായിട്ട് അവിടുത്തെ നെർവും വെയിനും എല്ലാം സിക്സാഗ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്യൂബ് ഇറങ്ങി പോകത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ മൂക്കിലൂടെ മാത്രമേ ട്യൂബ് ഇട്ടിട്ട് ആ വേസ്റ്റ് കളയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 2-3 വർഷമായിട്ട് ഒരു 6 months ആകുമ്പോൾ അമ്മയ്ക്ക് വയറ് ബ്ലോക്കാവും, ഫുഡ് വേസ്റ്റ് അതിൽ കെട്ടിക്കിടക്കും, കുടലിൽ ബൗൾസ് മൂവ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് മോഷൻ പ്രശ്നമുണ്ട്, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാ 6 മാസം കൂടുമ്പോഴും അമ്മയും കൊണ്ട് ചിലപ്പോൾ രാത്രി 12 മണിക്കായിരിക്കും വയറ് വയ്യാണ്ടാവുന്നത്. പിന്നെ ഞങ്ങളുടെ വീട് പിറവത്തുനിന്ന് ഞങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ട് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. എൻ്റെ മോള് ചെറുതാണ്, ഒരു 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ മോളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ രാത്രി 12 മണിക്കൊക്കെ മെഡിക്കൽ ട്രസ്റ്റിൽ പോണത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂർ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ആൾക്ക് നാട്ടിലേക്ക് ഒരു ജോലി കിട്ടിയിട്ട് ആളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സഹായമാവുമല്ലോ എന്ന്. പക്ഷേ ആൾക്ക് നാട്ടിൽ ജോലി കിട്ടും, പക്ഷേ ആൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയുണ്ട്, അല്ലെങ്കിൽ ആൾ ആഗ്രഹിക്കുന്ന 2-3 കമ്പനികളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി കിട്ടിയാലേ വരുവുള്ളൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം ആ സമയത്താണ് പിന്നെ ആ സമയത്ത് 2 വർഷം മുന്നേ ആണെങ്കിലും എൻ്റെ സിസ്റ്റർ ഓസ്ട്രേലിയയിലാണ്. ആൾക്ക് എൻ്റെ അമ്മേനെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് അവൾ അയർലൻഡിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് അവിടെ കൊണ്ടുപോയാൽ വിദേശ രാജ്യങ്ങളിലെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര പാടായതുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പേടിയായിരുന്നു. കാരണം അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഒന്ന് എക്സ്പെൻസ് നമുക്ക് താങ്ങാൻ പറ്റില്ല, 2 ഒരു കെയർ കിട്ടത്തില്ല. അപ്പം എന്ത് ചെയ്യുമെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ സിസ്റ്ററോട് അങ്ങനെ പറയാനും പേടിയാണ്, അല്ലെങ്കിൽ വിഷമാണ്. അവൾ അത്ര ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ അമ്മയെ കൊണ്ടുപോകണമെന്ന്. അപ്പം അയർലൻഡിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഓസ്ട്രേലിയയിലായപ്പോഴും അവൾ ആഗ്രഹിച്ചു അമ്മയെ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആദ്യം ടിക്കറ്റ് എടുത്തു എൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമുക്കൊന്നോ ഡോക്ടറെ പോയി കണ്ട് മരുന്നും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പം ഡോക്ടർ വയറ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ആ വയറ് വീർത്തായിരിക്കണത്, എൻഡോസ്കോപ്പി ചെയ്യണമെന്ന്. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്ത് 5 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ഡിസംബറിൽ പിന്നെയും എൻ്റെ ചേച്ചി വന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഒരു 2 മാസം നിന്നിട്ട് മാക്സിമം 3 മാസം നിന്നിട്ട് തിരിച്ചു പോരണം, അതിലപ്പുറം നിൽക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അമ്മ കഴിഞ്ഞ ഡിസംബറിൽ പോയിട്ട് ഈ കഴിഞ്ഞ ഡിസംബറിലാണ് വന്നത്. ഓൾമോസ്റ്റ് 1 year എൻ്റെ അമ്മ അവിടെ നിന്നു വിത്തൗട്ട്. അപ്പോൾ അവിടെ എനിക്ക് പേടിയായിരുന്നു, എന്തെങ്കിലും അസുഖം വന്നാൽ എന്ത് ചെയ്യും. ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് രാത്രിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. അപ്പോൾ അമ്മയെ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, കെയർ കിട്ടുമെന്ന്. പക്ഷേ 1 year എൻ്റെ അമ്മ അവിടെ നിന്നിട്ട് ഒരസുഖവും കൂടാണ്ട് എൻ്റെ അമ്മ തിരിച്ചു വന്നു. ആൾ പോയിട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ ഹെൽത്ത് ബെറ്റർ ആയിട്ടാണ് വന്നത്.
അപ്പം അതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നു സാക്ഷ്യം പറയാൻ വേണ്ടി. അപ്പം എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല. അതാണ് അപ്പം എൻ്റെ അമ്മയും കൊണ്ട് വന്നിട്ട് സാക്ഷ്യം പറയണമെന്ന് മാതാവ് ആഗ്രഹിച്ചു. ഇതാണ് എൻ്റെ അമ്മ. മാതാവിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ 6 മാസവും അല്ലെങ്കിൽ 6 മാസം ആവണ്ട, അതിന് മുന്നേ തന്നെ ആളുടെ കുടൽ ചുരുങ്ങും, അങ്ങനെ ഫുഡ് ഫുള്ളാകും, പിന്നെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അമ്മ അങ്ങോട്ട് പോയി 3 മാസത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ എന്നെ ഓരോ ദിവസം വിളിച്ച് ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പ്രോബ്ലം ഒന്നുമില്ലെന്ന് പറയും. അമ്മ അവിടെ ഇരുന്നിട്ട് മാതാവിൻ്റെ അമ്മയുടെ കയ്യിലും ഉണ്ട് ഇവിടുത്തെ പ്രാർത്ഥന ബുക്കുണ്ട്, എൻ്റെ കയ്യിലും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയും പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇവിടെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃപാസനത്തിൽ വന്നിട്ട് എൻ്റെ മോളുടെ കൂടെ സാക്ഷ്യം പറയുമെന്ന് എൻ്റെ അമ്മ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എൻ്റെ അമ്മയും കൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. രണ്ടാമത്തെ കേസ് എൻ്റെ ഹസ്ബൻഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൾക്ക് നാട്ടിൽ ഒരു ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ പേര് ആൻസൺ. മാതാവ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒത്തിരി സമയത്ത് ഞാൻ പലപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും മാതാവിനോട് അപേക്ഷിക്കാറുമുണ്ട്. പലപ്പോഴും എനിക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാറില്ല. മാതാവിൻ്റെ അനുഗ്രഹം കാരണം സംഭവിക്കില്ലെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാറുണ്ട്. അതുപോലൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ബാംഗ്ലൂരായിരുന്നു ജോലി. അപ്പോൾ അവിടെ നിന്ന് നാട്ടിലെനിക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുടുംബപരമായിട്ട് വൈഫ് ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുകയായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ഇവിടെ നാട്ടിൽ അങ്ങനെ ഒരു ജോലി കിട്ടിയില്ലായിരുന്നു. പിന്നെ മാത്രമല്ല, ഹെൽത്ത് ഇഷ്യൂ കാരണം ഞാൻ അവിടെ കിടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് അവിടെ താമസിച്ച് എനിക്കവിടെ ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ആ സമയത്താണ്, കറക്റ്റ് സമയമായപ്പോൾ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ജീവിതം കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകുന്നു. എല്ലാത്തിനും എനിക്ക് മാതാവിന് നന്ദിയുണ്ട്. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലാവുന്ന വിധം ഓർഫണേജുകൾ, സ്പെഷ്യലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ, പിന്നെ കൊച്ചുകുട്ടികൾ, നിർദ്ധരായ കുടുംബത്തിലെ കുട്ടികൾ, അവർക്കൊക്കെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്നാലാവുന്ന വിധം സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ കൃപാസന പത്രം ഇവിടെ വന്ന് മൂന്ന് കെട്ട് പത്രം മേടിക്കാറുണ്ട് പറ്റുമ്പോഴൊക്കെ. അത് പ്രേക്ഷിത പ്രവൃത്തിയുടെ ഭാഗമായിട്ട് അത് വിതരണം ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് അറിയുന്ന പോലെ, എൻ്റെ അറിവ് പോലെ ഞാൻ മാതാവിനെക്കുറിച്ചുള്ള വിശ്വാസവും പ്രത്യാശയും ഞാൻ എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം 1 തിരുവചനം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. മിനു എന്ന ഈ മകൾ തൻ്റെ ജീവിത പങ്കാളിയോടും അമ്മയോടും കുടുംബത്തോടും ഒപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റി പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് നൽകിയ സൗഖ്യവും സൗഭാഗ്യത്തിനും നന്ദി പറയാനാണ്. മിനുവിൻ്റെ വാക്കുകളിൽ ഇവിടെ വ്യക്തമാകുന്നത്, അമ്മയുടെ അസുഖം വളരെ ക്രിട്ടിക്കലാണ്. ഒരു ഓപ്പറേഷനെ തുടർന്ന് കുടൽ ചുരുങ്ങിപ്പോകുന്ന ആ അസുഖത്തിന് അവർക്ക് പ്രതിവിധിയായി ചെയ്യാനുള്ളത് 6 മാസം കൂടുമ്പോൾ അവരുടെ വയറ്റിലുള്ള വേസ്റ്റ് ട്യൂബ് ഇട്ട് വലിച്ച് ക്ലീൻ ആക്കുക എന്നുള്ള ഒരു പ്രൊസീജിയർ ജീവിതകാലം മുഴുവൻ ചെയ്യുക എന്നുള്ളൊരു അസ്വസ്ഥതയിൽ അവർ വളരെ കാലം ജീവിക്കുകയായിരുന്നു. ആ അസ്വസ്ഥതയിൽ നിന്ന് ഒരു മറുമരുന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. മിന്നു പ്രാർത്ഥിച്ച്, ഇന്ന് അമ്മയ്ക്ക് എവിടെയും യാത്ര ചെയ്യാം, എവിടേക്കും പോകാം വരാം എന്നുള്ള ട്യൂബ് കൂടാതെ ഭക്ഷണം കഴിക്കാനും യാത്ര ചെയ്യാനുമുള്ള എല്ലാ അനുഗ്രഹവും സൗഖ്യവും നൽകി ഈശോ അനുഗ്രഹിച്ചതിനെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഇന്ന് ഈ കുടുംബം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ജോലിയിലുണ്ടായ ഒരു പ്രൊമോഷനെക്കുറിച്ചും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന കമ്പനിയിൽ തന്നെ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യത, അത് അദ്ദേഹം തന്നെ പറഞ്ഞത്, അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അവിടെ വരാനൊരു സാധ്യതയില്ലാതിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി മാത്രം ഒരു ജോബ് ഓഫർ അവിടെ വന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത്. നമുക്ക് അറിയാവുന്നതുപോലെ നാം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആരൊക്കെയാണോ ഉടമ്പടിയിൽ കൃത്യമായി നിബന്ധനകളനുസരിച്ച് പാലിച്ച് ഈശോയോട് ചേർന്ന് നിൽക്കുന്നുവോ, ഈശോ നമ്മോട് ചേർന്ന് നിൽക്കും. നാം ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഈശോ നമുക്ക് 1000 സ്റ്റെപ്പ്, നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് പോലെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ 1000 തലമുറയെ അനുഗ്രഹിക്കുന്നു. 1000 വർഷമല്ല, 1000 തലമുറയെ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മെ പണിഷ് ചെയ്യുമ്പോൾ 4 തലമുറ, പണിഷ്മെൻ്റ് ചുരുക്കമാണ്.
അനുഗ്രഹം വളരെ വലുതാണ്. അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മിനുവിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും, വൈറസ് സംബന്ധമായ, കുടൽ സംബന്ധമായ കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും, അതുപോലെ തന്നെ ജോലിയിൽ വിഷമിക്കുന്ന മക്കളെ ട്രാൻസ്ഫർ ലഭിക്കുവാനും പ്രൊമോഷൻ ലഭിക്കുവാനും കുടുംബത്തോടൊപ്പമായിരിക്കുവാനും എല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രവാസികളായി കഴിയുന്നവരെയും ഇവിടെയുള്ളവരെയും എല്ലാം നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.